അപ്പോൾ അതുകൂടി മുന്നിൽ പറയാം. എന്താ വെച്ചാൽ പണ്ടേ തൊട്ട് എന്താ പറയുക, പണ്ട് തൊട്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുന്നത് മീൻസ് അപ്പം ആദ്യത്തെ ഫസ്റ്റ് പേഴ്സൺ ഉണ്ടാക്കില്ല. അത് മീൻസ് അതൊന്ന് ഗർഭം ധരിച്ചുണ്ടാകും. മീൻസ് കണിക സൃഷ്ടിക്കണ പോലെ എല്ലാത്തിനും ഇതും പ്ലാന്റ്സും ആനിമൽസൊക്കെ ഉണ്ടാക്കണ പോലെ ആദ്യം വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ആ രീതിയിൽ തന്നെ വരാം. അതെന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്താ വെച്ചാൽ അത് വേറെ പേറി അങ്ങനെ വരണ എന്തായിരിക്കില്ല. മനസ്സിലാവണ്ട, അങ്ങനെ ഉണ്ടാക്കാം. ഫസ്റ്റ് പേഴ്സൺ ആദ്യം ഉണ്ടായത് ഇങ്ങനെ ഫസ്റ്റ് പേഴ്സൺ ചിലപ്പോൾ കുറച്ചുകൂടിയും എന്താ പറയുക തന്നെ ഫസ്റ്റായിട്ട് ഉണ്ടാക്കണ ഒരു ഇതുണ്ടാവും. ഡിവൈനിറ്റി അല്ല, എന്തോ ഒരു അതിന് പേരുണ്ട്, എന്തോ ഒരു തിരിച്ചറിവാ എന്തോ വകത്തിരിവ് എന്തോ ഉണ്ടാവും അവർക്ക്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൻ്റെ ആഗ്രഹം ഇപ്പോൾ ലാസ്റ്റ് പേഴ്സൺ ആവണമെന്ന് അപ്പം വിചാരിച്ചിട്ടില്ല. ഫസ്റ്റ് പേഴ്സൺ നിൽക്കുമ്പോൾ ബാക്കിയൊരു എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. വെച്ചാൽ ഏഞ്ചൽസും ആത്മാവും അങ്ങനെ വരേണ്ടത്. അപ്പം ഇതിന്ന് ഇവിടുന്ന് എർത്ത് സൃഷ്ടിക്കുമ്പോൾ ആ ഫസ്റ്റ് പേഴ്സണും ബാക്കിയുള്ളവരും വെളുത്തവരാണ്. ഈ ഇസ്രായേൽ കാടിൻ്റെ ഭാഗത്തും അവർക്ക് ഡ്രസ്സൊന്നും ഇടേണ്ട കാര്യമില്ല, അവർക്ക് നാണമില്ല. ജസ്റ്റ് എന്നാൽ ഫ്രീ ആയിട്ട് നടക്കണോ, ഉറങ്ങുക, എഴുന്നേൽക്കുക, ചിലപ്പോൾ കടൽ ചെയ്യും, സ്നേഹിക്കും. അതിൽ സെക്ഷുവലായിട്ടൊന്നുമില്ല. ഫേസ് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഫേസ് കാണുകയില്ലേ, മീൻസ് അത് ഫേസ് കാണാന്ന് പറയുന്നത് എന്താ, തേജസ്വിപ്പെട്ട ഫേസ് കാണുമ്പോൾ നമുക്കൊരു ഉത്തേജനം, ഒരാളുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് ഉത്തേജനം തോന്നില്ലേ, ചേർച്ച തോന്നില്ലേ. എന്താ പറയുക, ഫേസ് പുതുമയോടെ ആരെയും കാണുമ്പോൾ പുതിയതായിട്ട് പ്രവർത്തിക്കാൻ തോന്നില്ല. ആ ഇതിലുള്ള സെക്ഷലായിട്ട് വരാനുള്ള. അപ്പോൾ അതിൽ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ മെറ്റലിസം വരും. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, അതാൽ ശോഷിച്ച വാക്കുകൾ ബൈക്കലില്ല, വൃത്തികേട് കഴിക്കലില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഫസ്റ്റ് പേഴ്സൺ അങ്ങനെ കുറേ ഉണ്ടാക്കിയതൊക്കെ ഈ കന്നുകാലികൾ ഉണ്ടാക്കാനും അന്ന് സിംഹമൊന്നും ഇവർ കഴിക്കാനൊന്നും പോകണില്ല. തേജസ്വി ശരീരമായതുകൊണ്ട് കുറേ നാൾ ജീവിക്കും ചെയ്യും. പിന്നെ എന്താ പറയുക, ഗ്രേസ്ഫുൾ ബോഡിയാണ്, ഗ്ലോറിഫൈഡ് ബോഡി എന്താ പറയാൻ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുറം ബൈബിൾ എഴുതി ദാനിയേൽ ജീവനുള്ള ദൈവത്തെ ആലോചിച്ച് നെബൂഖദ്നേസർ ആരോ അവിടുത്തെ രാജാവ് ഈ സിംഹങ്ങൾ, പട്ടിണി കിടന്ന സിംഹങ്ങളും ഫീമെയിൽ സിംഹങ്ങളും മെയിൽ സിംഹങ്ങളും കിടക്കണ പ്രശ്നം കൊണ്ടിട്ടു. പക്ഷെ ദാനിയലിൻ്റെ ഒരു ഇങ്ങനെ വെളിച്ചം പ്രാർത്ഥിക്കണത് കണ്ടിട്ട് 3-4 ദിവസമായിട്ട് ഒരാഴ്ചയായിട്ടും സിംഹങ്ങൾ അതിനെ കഴിക്കാനൊന്നുമില്ല. സിംഹൻ്റെ പിന്നാലെ ഓടി നടക്കുന്നുണ്ട് ദാനിയൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ തേജസ്വിയുടെ ശരീരത്തിന് വ്യത്യാസമുണ്ട്. പിന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. എന്താണ് അതിന് ഏഷ്യൻ സെക്കൻഡ് ആഡെന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് പേഴ്സൻ്റെ ലൂപ്പ് ഹോള് 2000 വർഷം മുമ്പും 2088 വന്നിട്ട് അത് കഴിഞ്ഞ് തേർഡ് പേഴ്സൺ വരുന്നു. തേർഡ് പേഴ്സൺ ആയിരിക്കും ലാസ്റ്റ് പേഴ്സൺ. മനസ്സിലാവണ്ട, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്മിങ് വരുന്നത് ആ തേർഡ് പേഴ്സൺ 2 ലാസ്റ്റ് പേഴ്സൺ 2, 3 ലാസ്റ്റ്. അപ്പോൾ അതിന് ഇത് പറയണത് ഫസ്റ്റ് പേഴ്സൺ എപ്പോഴും അത് കഴിഞ്ഞിട്ട് ഇതുണ്ടായില്ലേ, ആഡം എന്ന് പേരുള്ളതും വേറെ ആളെ കൊണ്ട് കാണിച്ച് സ്വന്തം സ്നേഹിതനെ കൊണ്ട് ലവ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ടും ചെയ്യിപ്പിച്ച് അവർക്ക് കുറ്റബോധം തോന്നി, ഒരു നാണക്കേട് തോന്നി, വേറെ ആളെ കൊണ്ട് എന്താ തമ്മിൽ ഏഷണിയാണ് എന്തൊക്കെ തോന്നി, പിന്നെ ഇല കൊണ്ട് മറയ്ക്കാൻ തോന്നി അവരുടെ മഴയും അതൊക്കെ വന്നപ്പോൾ, മഴയും കൊടുക്കാറ്റൊക്കെ വന്നപ്പോൾ. അപ്പോൾ ഈ അവർക്ക് പിന്നെ ഇത് കിട്ടുക, നിങ്ങളിങ്ങനെ ആയുസ് കുറയും, നിങ്ങൾ തമ്മിൽ മല്ലിട്ട് പണിയെടുത്ത് ഇങ്ങനെ ടൈപ്പിൽ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾ മക്കളുണ്ടാക്കി മക്കൾ തമ്മിൽ അടികൂടും. പിന്നെ നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കണം കണ്ടിട്ട് നിങ്ങൾ ചീത്ത തിരഞ്ഞെടുക്കണ രീതി വരും. പിന്നെ അങ്ങനെ കാശ് എക്സ്ചേഞ്ച് ചെയ്ത് ഓരോന്ന് വാങ്ങലും ചെയ്യലും, പിന്നെ ബാക്കി ശോഷിച്ച വാക്കുകൾ പറയലും ശോഷിച്ച കഴിക്കലും അങ്ങനത്തെ കഴിക്കലും, ഓരോ വിവാഹത്തിന് ഉടമ്പടിയും കുറേ കാര്യങ്ങളും, മണ്ണിട്ട് പാമ്പിൽ തല്ല ജോലി ചെയ്ത് വേർത്തൊലിച്ച് പണിയെടുത്ത് ജീവിക്കും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുറേ ജനറേഷൻ മാറി അങ്ങനെ കുറേ മാർക്കറ്റ് ജനറേഷനും കുറേ അങ്ങനത്തെ ട്രേഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമനം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ പറയണത് ഇനി പാതിരികളുടെ ആവശ്യമില്ല, നിന്ന് നക്കപ്പച്ച് സാലറിക്ക് ചെയ്യരുത്, സാധാ ജോലി ചെയ്ത പോലെ. അതിൻ്റെ പഴയ നിയമം പോയി അന്നേ പറഞ്ഞതാണ് 2000 വർഷം മുമ്പ്. അതുകൊണ്ട് ജഡ്ജ്മെൻറ്റ് വിൽ നോട്ട് ബി ഓപ്പോസിറ്റ്. ഇപ്പോൾ ആരും ഒറ്റയ്ക്ക് വിളിച്ച് പറയേണ്ട രീതിയില്ല. മുസ്ലിംസ് ആരും കുരിശിൽ മരിക്കില്ല. മുസ്ലിംസിന് അന്ന് റോമൻസിൻ്റെ അടിമത്തത്തിലൊന്നും അല്ല, അവർ വേറെ, അവർ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവർ അടുത്തടുത്തായതുകൊണ്ട് എല്ലാവരും അറിയാം. അങ്ങനെ അറിയാമെന്നല്ല, ഇവിടെ ഷിപ്പിൽ കയറി ഇവിടെ വന്നവർക്കൊന്നും അവിടെയുള്ളവർ അറിയില്ല. ഷിപ്പിൽ കയറി കുറേ ചേര രാജ്യത്തിലേക്ക് വരുന്നുണ്ട് സ്പൈസ് ട്രേഡിങ്ങിന്, ഇവിടെ ജീൻസ് മൾട്ടിപ്ലൈ ചെയ്ത്.
പിന്നെ തോമസ് വന്ന് നസ്രാണികളാക്കുന്നുണ്ട്. അത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെയുള്ളവർക്ക് അവിടെയുള്ള ഏഷ്യയുടെയും അവരുടെ കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല. ചിലർ ഇവിടെ ഇപ്പം 20-25 വർഷമായിട്ട് ജീവിക്കുന്നുണ്ടോ ചേര രാജ്യത്തിൽ, 20 സെഞ്ചുറി മുമ്പ്. അപ്പം അങ്ങനെ ഇവിടെ വന്നവരും കുറേ പേരുണ്ട്. തൃശ്ശൂരും കൊച്ചിയൊക്കെ വേറെ പേരിലായാലും ചെറിയ പേരിലായാലും വെണ്ടൂരും കൊണ്ടൂരൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടാവും. അത് ആ രീതിയിൽ കിടക്കുന്നുണ്ടാവും. പിന്നെ അപ്പം അങ്ങനെ അപ്പോൾ ആൾക്കാരായിട്ട് ഇതില്ല എന്ന് പറഞ്ഞ് കുടിച്ച് നടക്കുന്നവരും ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ശിഖണ്ഡികളൊന്നും ആരാധിക്കേണ്ട കാര്യമില്ല. ശിഖണ്ഡികൾ ആരാധിക്കേണ്ടത് എപ്പോഴാണ് വന്നത്? പത്നി രാജാക്കന്മാർ രാജ്ഞികളൊക്കെ ഈ മെറ്റീരിയലിസം ലവ് ചെയ്ത് ഷെയറിങ് മെൻറ്റാലിറ്റി, സോഷ്യൽ വാക്ക് കുറേ സോഷ്യൽ ഡ്രഗ് അടിച്ച് കുറിച്ച് നടക്കുക. അപ്പോഴാണ് ഈ ശിഖണ്ഡികളെയും ശിഖണ്ഡി ശിവനൊക്കെ ആരാധിക്കേണ്ട രീതി വന്നത്, മൾട്ടിപ്ലൈ ആയത്. ശിഖണ്ഡി വിഷ്ണു അത് ശരിയാന്ന് വിചാരിച്ചിരിക്കുക. ഇതാണ് ആൾക്കാർക്ക് ഇതുണ്ടെന്ന് പറഞ്ഞു. ഡ്രഗ് അടിച്ച് കുറേ പിൽസ് കഴിച്ച് കുറേ കൊല്ലിക്കുക, ഡ്രഗ് അടിച്ച് മക്കളെ കൊണ്ട് ഡ്രഗ് അടിച്ച് കുടിപ്പിക്കുക, മറ്റേതാണ് വിഷം പൊടിച്ച് നടക്കുക. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് സഹിച്ച് കാര്യങ്ങൾ ചെയ്ത് ഇസാക്കിന് പകരം. അത് വ്യത്യാസമുണ്ട്. ഇത് കുടിച്ച് ഡ്രഗ് അടിച്ചിരുന്ന ഒരു സാക്രിഫൈസ് ഉണർന്നിരിക്കുമോ? ഇല്ല. പേരിന് വേണ്ടി പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞു തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ് സ്പിരിച്വൽ ബ്രൈഡ് വിവാഹത്തിനോട് ഉൾപ്പെടെ ഇല്ല. ഷോർട്സ് വാക്കുകൾ പറയാണ്. ഷോർട്സ് വാക്കുകൾ പറയുന്നത് എപ്പോഴാണ്? ഈ ശിവൻ്റെ പോലെയൊക്കെ ഡ്രഗ് അടിച്ച് കുറിച്ച് നടന്ന ശിഖണ്ഡികൾ ഹിച്ചടകൾ കുറ്റങ്ങളും പറഞ്ഞിരിക്കണേ. അപ്പോൾ ഇതിനൊക്കെ ആരാധിക്കുന്ന നിർത്ത് പറഞ്ഞ് നിർത്തില്ല. വിൽ നോട്ട് ബി ഓപ്പോസിറ്റ്. പിന്നെ അങ്ങനത്തതൊക്കെ മുസ്ലിംസും ഇതൊക്കെ എന്ന് വെച്ചാൽ ഡ്രഗ് അടിച്ച് കുറിച്ച് നടക്കാൻ ആരാധിച്ചിട്ട് പേരും ബർത്ത്റേറ്റ് മാറ്റമല്ല സ്വന്തം. അതിൽ വേദ ആത്മഹത്യ എന്താണ്? സീജറോയ് തമ്മിൽ സ്വയം വെടിവെച്ച് മരിക്കുന്ന ധൈര്യമില്ലാണ്ട്. അപ്പോൾ നിങ്ങൾ പറയാം അതൊക്കെ ആൾക്കാരായിട്ട് ഇതുള്ളതാണ് ഡ്രഗ് അടിച്ച് കുറിച്ച് നടക്കുന്നത്. അപ്പം ഞാൻ ഡ്രഗ് അടിച്ച് കുറിച്ച് നടന്നാലോ? അപ്പോഴും നിങ്ങൾ പറയും ഇത് ആൾക്കാരായിട്ട് ഇതുള്ളതാണ്, വിഡ്ഢികളായിട്ട് ഇതുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ അതിന് ഡെഫിനേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഡ്രഗ് അടിച്ച് കുറിച്ച് നടക്കുന്നതും ഒരു ദിവസത്തെ ഒരു മിനിറ്റിൻ്റെ കാര്യമല്ല. ഇത് 40 വർഷം 50 വർഷം 25 വർഷം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇല്ലാണ്ടാവണവരാണ്. പിന്നെ എന്താ വെച്ചാണ് അതാണ് ശിഖണ്ഡി കുയ്യപ്പനെയൊന്നും ആരാധിക്കരുത്, മൃഗങ്ങളെയൊന്നും ആരാധിക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ മൃഗങ്ങളെയൊന്നും ആരാധിക്കേണ്ട കാര്യമില്ല, അത് കറക്റ്റില്ല. പണ്ട് തേജസ്വിയുടെ ശരീരം വന്നത് ഈ മൃഗങ്ങളെ കന്നുകാലികളെ നോക്കാനാണ്. സിംഹമൊന്നും ചെയ്യണല്ലേ. ഇവരെ സിംഹത്തിനൊക്കെ പേടി ഇങ്ങനെ ചെയ്തിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് ഷെയറിങ്ങും കുറ്റം പറിച്ച് നടന്നപ്പോഴാണ് ഈ സിംഹത്തിനെയും പശുവിനെയൊക്കെ ആരാധിക്കാൻ തുടങ്ങിയത് ഇവർ. ശിഖണ്ഡികളെയും ചിടുങ്ങുകളെയും ചിങ്കടികളെയും മൃഗങ്ങളെയും ബാക്കി കിടപ്പ് രോഗികളെയും കുംഭകർണന്മാരെയും പിന്നെ എന്തൊക്കെ ആരാധിക്കണം, മന്ത്രവാദികളെയും വേട്ടയാടന്മാരെയൊക്കെ ആരാധിക്കാൻ തുടങ്ങിയത്. ധൈര്യമില്ലാണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് യുദ്ധവും ഇതൊക്കെ തുടങ്ങിയപ്പോഴാണ്. അതാണ് ആൾക്കാരായിട്ട് ഇതില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊന്നും നശ്വരമായതിനെ ആരാധിക്കേണ്ട കാര്യമില്ല. ഇതിനെ ആരാധിച്ചിട്ട് പേര് ബർത്ത്ഡേറ്റ് മാറ്റേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതാണ് സാക്രിഫൈസ് കൊണ്ട് ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞാൽ എല്ലാവരും ഓരോരുത്തർ വിളിച്ചിട്ട് ശരി പറയേണ്ട കാര്യമില്ല. ജഡ്ജ്മെൻറ്റ് വിൽ ബി നോട്ട് ബി ഓപ്പോസിറ്റ്. അതിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്, അതിൻ്റെ നിബന്ധന പാലിച്ചാൽ ദിസ് ഓഫർ വിൽ നോട്ട് ബി അവൈലബിൾ. അതൊരു 300-200 വർഷം എക്സ്ട്രാ ജീവിക്കാൻ ഒരു കൊറോണ ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ 69-70-90 വയസ്സിൽ ജീവിക്കണവർക്ക് 200 വർഷം എക്സ്ട്രാ ജീവിച്ചാൽ പൊളിക്കുമോ? 1000-3000 വർഷം 300 വർഷം 900 അപ്പോൾ മനസ്സിലാക്കാം. നിങ്ങളിങ്ങനെ യുദ്ധം ചെയ്ത് എക്സ്ചേഞ്ചും ചെയ്ത് കാശ് എക്സ്ചേഞ്ച് അതിനൊക്കെയാണ് നിങ്ങൾ രാജാക്കന്മാർക്ക് ആരാധിക്കേണ്ടത്. അതിൻ്റെ ആവശ്യമില്ല. ശിഖണ്ഡികൾ ആരാധിക്കേണ്ട ആവശ്യമില്ല, നശ്വരമായി ആരാധിക്കേണ്ട കാര്യമില്ല, മൃഗങ്ങൾ ആരാധിക്കേണ്ട കാര്യമില്ല. പണ്ടത്തെ തേജസ്കരിപ്പെട്ട ശരീരം അങ്ങനെ വന്നതാണ്. അതിൻ്റെ ഒരു കലഹവും അതിൻ്റെ ഇടയിൽ ഒരു എന്നിട്ട് പറയാം അറുതി വന്നപ്പോഴാണ് ഇതൊക്കെ നശ്വരമായതിനെ ആരാധിക്കലും ബാക്കിയുള്ള ധൈര്യമില്ലാത്ത ഷോർട്സ് കഴിക്കലും പറച്ചിലും അതൊക്കെ വന്നത്. അതൊക്കെ മാറേണ്ട സമയമായി, അത്ര പറയാനുള്ളൂ. പിന്നെ ഞാനിവിടെ ഭോജ്പൂരിയും ഹിന്ദിയും നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജും സംസാരിക്കണമല്ലോ. ഇംഗ്ലീഷ് ഗോവയുടെ അവിടെ നിങ്ങൾ 2 ദിവസമായി പോയി കേൾക്കണം പോലെ 9 വർഷം വലിയ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഇല്ല. മലയാളം മീഡിയത്തിൽ പഠിച്ച് വരുന്നവർക്ക് ഇംഗ്ലീഷ് നല്ല മാർക്ക് കിട്ടണ പോലെ എനിക്ക് ഇംഗ്ലീഷ് മാത്സ് അങ്ങനെ മാർക്കൊന്നും കിട്ടണല്ലേ. അത് പുറത്തേക്കൊന്നും പോകണല്ലേ. അപ്പോൾ ഒരു ചേർന്ന് വന്ന് സംസാരിക്കണ ഇതിലാണ്. അല്ലാണ്ട് നിങ്ങൾ 2 ദിവസത്തേക്ക് പോയാൽ ഇത് ഇംഗ്ലീഷ് ശരിക്കും രീതിയിൽ വഴങ്ങി അവർ സംസാരിക്കണ്ടാവും. പക്ഷേ 2 ദിവസം നിങ്ങളത് ഇംഗ്ലീഷല്ല. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കും. നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് അങ്ങോട്ട് കേൾക്കുമ്പോൾ അത് ശരിക്കുള്ള ഇംഗ്ലീഷ് തരം ഞാൻ പറയാം എങ്ങനെയാണ്. അത്
ഒരു ഇംഗ്ലീഷിൽ ഒരു ഫ്ലുവൻസി പോലെ സംസാരിക്കണം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചേർക്കുന്ന വേർഡ്സ് വ്യത്യാസമുണ്ട്. പോർച്ചുഗീസ് കലർന്നിട്ടാണ്. അപ്പോൾ അത് ഇംഗ്ലീഷ് ലെറ്റേഴ്സാണെന്നുള്ളൂ. ശരിക്കുള്ള ഇംഗ്ലീഷ് പോലെ തോന്നും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചേർക്കണ വേർഡ്സ് ഉണ്ടല്ലോ, അത് വ്യത്യാസമുണ്ട്. ഒരു തരം വേറെ ടൈപ്പ് അത്. അപ്പോൾ അവരവിടുന്ന് സെഞ്ചുറി വർഷങ്ങൾ പോർച്ചുഗീസ് കോളനൈസേഷൻ കൊണ്ട്. പിന്നെ ഇവിടെ ഹിന്ദിയും ഭോജ്പൂരിയൊന്നും ഞാൻ സംസാരിക്കണുള്ളൂ, തനി മലയാളത്തിലാണ് എനിക്ക് മാർക്ക് കൂടുതൽ. അപ്പോൾ മലയാളി പാരൻസ് ഉണ്ടെങ്കിൽ മലയാളം സംസാരിക്കാം. എന്തെങ്കിലും പേര് വിളിച്ച് എന്തെങ്കിലും പേരിനെ കുറിച്ച് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ ഞാൻ ആരെ കുറിച്ച് നിങ്ങൾ പറയണേ ചെറുപ്പത്തിൽ മുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്ന് പറയണേ, എന്താ ശരി അങ്ങനെ എന്തോ പറഞ്ഞ് ഉള്ള കാര്യമാണ് നിങ്ങൾ സംസാരിക്കണേ. തമ്മിൽ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണേ. അവർ തനി കറക്റ്റ് സമയത്ത് വന്നിട്ട് അത് ശരിക്കുമായിരിക്കും. അതുകൊണ്ട് ഡ്രഗ്സ് അടിച്ച് നടക്കണവർ, എന്താ പറയാനേ, ശിഖണ്ഡികളായ നടക്കണവർ, പെണ്ണുങ്ങളായാലും പിൽസ് അബോർഷൻ, പ്രഗ്നൻ്റ് കുറേ അബോർഷൻ ചെയ്യാനുള്ള കുഞ്ഞുങ്ങൾ. അപ്പോൾ അങ്ങനെ പിൽസ് ഇപ്പോൾ 40 വർഷം മുമ്പ് ഉണ്ടായിരുന്നു, അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ പിൽസ് കഴിച്ച് കുറേ ഒരു 15-10 വർഷം മുമ്പ് ശ്വാസം പൊട്ടിച്ചാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് പറഞ്ഞാലും പാതി അറിവ് ക്രിസ്ത്യൻ മറ്റേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ അവർ ഇത് ഭാഗത്തിരിവുണ്ടാവില്ലേ പറയണതിൽ നമുക്ക് സ്പഷ്ടമായിരിക്കില്ലേ. ഇത് ഒരു അവർക്ക് ശരിക്കുള്ള മനസ്സിലായാലും അതിൻ്റെ ശരിക്കുള്ള കാര്യം മനസ്സിലാക്കാണ്ട് അത് ഫുള്ളായിട്ട് അറിയാണ്ട് ചിലർ മടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തീ ആളി കത്തും, കുറേ മടുത്ത് കയറിയിരിക്കും. ചിലർ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം പ്ലേറ്റ് നീക്കി വെച്ചിട്ട് എന്താ ചെയ്യുക. നിങ്ങളതൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കണം. അത് എനിക്ക് ഒന്നും പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾ സ്വയം പറ്റാണ്ട് സൂക്ഷിച്ചോളാം. എനിക്ക് ഒരു മടുത്തിങ്ങനെ ഇരിക്കും. ചിലർ വേറെ ആൾക്കാരുടെ മുന്നിൽ വേറെ ടൈപ്പുള്ള ഗോഷ്ടി കാണിക്കും, അപ്പോഴാണ് അവർ പെടാൻ പോകുന്നത്. ഇതങ്ങനെയല്ല, ഇതൊരു സമയത്ത് എങ്ങനെയാണ് പറയണത്, അത് ആൾക്കാരുള്ളപ്പോഴുള്ള രീതിയല്ല. ഞാൻ ഇപ്പോൾ ആരെയും മമ്മി എനിക്ക് ക്യാമറ എന്തെങ്കിലും കണക്ഷൻ തന്നാലും ഇത് നോക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറയില്ല, ഞാൻ നോക്കിയാലും ഇങ്ങനെ കാണണ്ടെങ്കിൽ എല്ലാ പാത്രം നോക്കണ്ടെങ്കിലും എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയും, എനിക്കപ്പോൾ തന്നെ പറയും 2 ദിവസം എനിക്കിത് വേണ്ട, ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പറയും. അതെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കേണ്ട ആവശ്യം എനിക്ക് ഇവിടേക്ക് ഏത് സമയത്ത് ഏതൊക്കെ രീതിയിലുള്ളവർ എന്തൊക്കെയാണ് ചേർച്ച, ഏത് രീതിയിലുള്ള ചേർച്ചയിലായിരിക്കണം, ഏത് രീതിയിലെ ചേർച്ചയിലും ഏത് രീതിയിലുള്ള എങ്ങോട്ടാണ് പോകണം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഏത് രീതിയിലുള്ള മുഖങ്ങളാണ് എവിടെ കണ്ടില്ലെങ്കിൽ നമ്മുടെ ചെന്ന് കണ്ണുകൊണ്ട് കാണണമെന്നില്ല. എവിടെ ചെന്ന് ഇപ്പോൾ ഏത് സ്ഥലമാണെങ്കിലും ഏത് ടൈപ്പ് മുഖങ്ങളാണ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള മുഖങ്ങൾ പറയുമ്പോൾ എനിക്ക് അറിയാം, വീഡിയോ കാണാൻ പോലെ അങ്ങനെ അവിടെ അത് ഇത് കറുപ്പ് ബാക്കി അവരെങ്ങനെ ഏത് ലാംഗ്വേജാണ്, അവരുടെ സംസാരിക്കുന്ന രീതിയാണ്, ഏത് സമയത്ത് എന്ത് സംസാരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് എന്താ ചെയ്യാൻ പോണേ, കളം വീടിൻ്റെ മുന്നിൽ എന്താ ചെയ്യാൻ പോണേ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും അവരുടെ സംഭാഷണം, പുറത്ത് നോക്കി എന്താ നിൽക്കണേ, ആരായിട്ട് മൊബൈലിൽ സംസാരിക്കണേ, ഏത് അറയത്ത നിൽക്കണേ, എന്തായിരിക്കും പിന്നെ വൈകുന്നേരം ആരാ തിരിച്ചു വരണേ, ആരായിരിക്കും ഓഫീസിൽ പോണത്, എന്തായിരിക്കും അവരുടെ ടയർഡ്നെസ്. ചില നേരത്തെ ടയർഡ്നെസ് ഉണ്ടാവും, ചിലർക്ക് ഒരാഴ്ച ഫുൾ ടയർഡ്നെസ് ഉണ്ടാവും. ചിലർ ഇന്ത്യക്ക് പുറത്ത് പോകണവരുണ്ടാവും. ഞാൻ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിൽക്കുന്നത്. ഏത് സ്ഥലമാണെങ്കിലും ഇപ്പോൾ പഞ്ചാബിലുള്ളവർ കുറേ ഇംഗ്ലണ്ടിൽ പോണവരുണ്ട്. അപ്പോൾ അങ്ങനെ പലരും ഉണ്ട്. ഇപ്പോൾ ഏത് ഈസ്റ്റ് ഇന്ത്യ ആണോ നോർത്ത് ഇന്ത്യ, ഞാൻ അങ്ങനത്തെ ലാംഗ്വേജ് സ്വീകരിക്കില്ല, മലയാളം ഞാൻ പറയണത്. അപ്പോൾ നിങ്ങളത് മലയാളി പാരൻസ് ഉണ്ടായതാണ് അങ്ങനെ സംസാരിക്കുക, അതല്ല ഞങ്ങൾ സംസാരിക്കണത്. ഇപ്പോൾ ഗാർഡ് എന്ന് പറഞ്ഞാലും ഡ്യൂഡ് പ്രോ മേറ്റ് ഗാർഡ് ജഡ്ജ് ഗാർഡിന് വിദ്യാഭ്യാസ ഗാർഡ് എന്ത് പറഞ്ഞാലും നിങ്ങൾ ഡ്യൂഡ് പ്രോ മേറ്റ് ഫ്രണ്ട് ലവ് ക്ലോസ് വണ്ണ് പിന്നെ എന്നിട്ട് അടുത്ത് നിൽക്കണവൻ മറ്റേ കൂട്ടുകാരല്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിന് നിങ്ങൾ ആ പേരൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഞാൻ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ കറുത്ത് വരിക കുറേ എന്തെങ്കിലും ആട്ടെ, നിങ്ങൾ ആരെക്കുറിച്ച് പറയണേ. അപ്പോൾ നിങ്ങളൊരു തരം എന്തോ ചിരിയാണോ ഫേക്ക് ചിരിയാണോ എനിക്ക് മനസ്സിലാവും. ആ മുഖം പിടിച്ച് അങ്ങോട്ട് പോകും. പിന്നെ ഉള്ള കാര്യം അതിനെ വിളിച്ച് സംസാരിക്കണല്ലോ, അത് കുറേ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അത് നമ്മൾ സംസാരിച്ച് വരുന്ന രീതിയുള്ളൂ. പിന്നെ ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഡെഫിനിഷൻ വെച്ചൊക്കെയാണല്ലേ. നിങ്ങളൊരു സ്ഥലം ഒരു വാക്ക് കണ്ടുപിടിച്ചിട്ട് ആൾക്കാരായിട്ട് ഇതുള്ള ഡെഫിനിഷൻ കണ്ടുപിടിച്ചൊക്കെയാണ്. സ്വയം ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് MDMA അടിച്ച് നടക്കുന്ന പല ഡോക്ടേഴ്സും പേഷ്യൻസ് നിങ്ങളും ചോദിച്ച് നോക്കിയാൽ നിങ്ങൾ കണ്ണുറക്കത്ത് ബ്രൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് എന്തോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ നിങ്ങളെന്തോ കഴിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്താ ബുക്ക് കൊടുത്തിട്ട് പിന്നെ ഒരു ഫേക്ക് ശരി വെച്ചിട്ട് ശരിക്കും. അപ്പോൾ നിങ്ങളൊന്നും കാര്യമാക്കില്ല. അവർ വീട്ടിൽ നിന്ന് എന്തൊക്കെ കഴിച്ച് കിടക്കണ പാതിരികൾ പലരും
ആവശ്യമില്ലാത്ത പാതിരികളുടെ ഞങ്ങൾ വിപരീതം ചെയ്യുള്ളൂ, ഒന്നും ചെയ്യേണ്ട എന്നൊക്കെ വെച്ച് സാലറിക്ക് മെറ്റീരിയലിസ്റ്റിക് ഡ്രഗ്സ് അടിച്ച് കുടിച്ച് നടന്ന് കുട്ടിയും കഴിച്ചു. ഒരു ദിവസം അല്ല, ഒരു ദിവസം 10 കുറേ 23 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കും. ഞാനങ്ങനെ ചെയ്യണില്ല. ഞാൻ അരക്ക് മണിക്കൂർ കടന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ഇവിടെ എന്താ ചെയ്യേണ്ടത് പിന്നെ അത് ചെയ്ത് തുടരും. പക്ഷെ അതല്ല, നിങ്ങൾ കിടന്ന് എനിക്ക് ഇപ്പോൾ 23 കിലോമീറ്റർ നടന്ന് എനിക്ക് 10 വർഷം കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണം, കുട്ടിയും കഴിച്ച് കുറേ പേരുടെ കൂടെ വൃത്തിയോട് പറഞ്ഞിരിക്കണം, പരസ്പരം കൊല്ലിക്കണം, എല്ലാം വിപരീതം ചെയ്യണം, ശിഖണ്ഡികളെ ആരാധിക്കണം, ശിഖണ്ഡി ശിവനെ എല്ലാത്തിനും ആരാധിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഡൈവോഴ്സും വക്കീലും പിന്നെ MDMA കഴിച്ച് കൊല്ലിച്ച് തന്തനെ തള്ളയും കൊല്ലിച്ച് ശിഖണ്ഡികളെ ആരാധിക്കാൻ പറഞ്ഞ മക്കളെയും കൊല്ലിച്ച് പിൽസും കഴിച്ച് കുറേ അബോർഷനും ചെയ്ത് ജീവനോടെ കൊന്ന് അത് കുറേ സ്ഥലത്ത് നടക്കണം, ന്യൂസിൽ കാണില്ല എന്നുള്ളൂ. അങ്ങനെ ചെയ്ത് പിന്നെ ധൈര്യമില്ലാത്തവരാണ് കുടിച്ചിട്ട് കടിച്ച് നടക്കുക, സ്വയം വെടിവെച്ച് കൊന്ന് പിന്നെ ഞങ്ങൾ ആവശ്യമില്ലാത്ത മ്യൂസിക്കും കേട്ട് എന്നിട്ട് പിൽസും കഴിച്ച് കുറേ നാൾ കഴിഞ്ഞ് ശ്വാസം മുട്ടി കൊല്ലിക്കണ രീതിയാക്കി. പിന്നെ എന്നിട്ട് ഞങ്ങൾ മക്കളെയും ഡ്രഗ് അടിച്ച് കുടിച്ച് ഇല്ലാണ്ടാക്കി. അതാണ് ഞങ്ങൾക്ക് ആൾക്കാരായിട്ട് ഇതെന്നു പറയുന്നത്. പിന്നെ ഞങ്ങൾ കുറേ ശിഖണ്ഡികളെ ആരാധിച്ച് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നു, കുറേ വിട്ടുകയറും. എന്നിട്ട് ഇതാണ് ഞങ്ങൾക്ക് ആൾക്കാർ ഇതുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ആരെങ്കിലും നല്ലത് തിരിച്ച് പ്രതിഷ്ഠയാണ് സ്നേഹിക്കണം, സോഷ്യൽ വാക്കുകൾ പറയരുത്, അല്ലെങ്കിൽ സ്പിരിച്വൽ ശരിക്കുള്ള കാര്യം വിപരീതം ചെയ്യരുത്, സ്പിരിച്വൽ ബ്രൈഡ് എന്നിട്ടാണ് വിവാഹത്തിൻ്റെ ഉടമ്പടി ഇല്ലാണ്ട് സ്നേഹിക്കണം എന്നൊക്കെ പറയണത് പറയുമ്പോൾ അവരാൾക്കാർ ഇതില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തെറ്റൊക്കെ ചെയ്യണം. പക്ഷേ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളുടെ ശരിയാണ്. ഞങ്ങൾ മരിച്ചെടുക്കുമ്പോൾ ഞങ്ങൾ ഡ്രഗ്സ് കുടിച്ച് നടന്ന് ആകെ തലയ്ക്ക് സുഖമില്ലാണ്ട് ഒരു 12 വയസ്സ് കുടിച്ച് ഡ്രഗ്സ് നടക്കുന്നവർ വിപരീതം കുറേ പേര് ശിഖണ്ഡികളെ ആരാധിക്കും, എന്നിട്ട് അതിനെ പേര് ബർത്ത്ഡേറ്റ് മാറ്റും സ്വയം, എന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന പേര് ശിഖണ്ഡികളെ ആരാധിച്ച് പേരും ബർത്ത്ഡേറ്റ് മാറ്റിയിട്ട് കുറേ ഫേക്ക് ഡയലോഗും പറയിപ്പിച്ച് പറയും. അതൊക്കെ ശരിയാന്ന് വെഡ്ഡികൾ വിശ്വസിപ്പിക്കാനായിട്ട് വെഡ്ഡികളെ കൊണ്ട് ഞങ്ങൾ വെഡ്ഡികളാണ് എന്നിട്ട് പറയിപ്പിച്ച് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊന്നും ഇല്ല. എന്നിട്ട് ബാക്കിയുള്ള കൈയടുപ്പിച്ച് അവർ ഡൈവോഴ്സും കുടിച്ചിട്ട് കിടച്ച് നടക്കണവരല്ലേ, അങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമില്ല. എന്നിട്ട് അങ്ങനെയുള്ളവരാണ് ആൾക്കാരായിട്ട് ഇതുള്ളവർ. എന്നിട്ട് ഇത് ഇപ്പം മുമ്പ് പറഞ്ഞ രീതിയല്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഫേക്ക് ബർത്ത് ഡേറ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കും ഇവരൊക്കെ വെഡ്ഡികളൊക്കെ. ഇൻ്റർനെറ്റിൽ നോക്കുമ്പോൾ 2 ജൂൺ എന്നൊക്കെ കുറേ വെഡ്ഡികളുടെ ഫേക്കുകളുടെ ബർത്ത്ഡേ, അതിലൊരു 20-15 വർഷം അങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ശരിക്കും നന്നായിട്ടാണ് അരുന്ന് കൂട്ടി ആത്മഹത്യ ചെയ്യണ രീതി അരുന്ന് കൂട്ടി ആകുമ്പോൾ സമയത്തിന് കണക്കനുസരിച്ച് അരുന്ന് കൂട്ടി വാങ്ങുമ്പോൾ ഞങ്ങൾ ആ ബർത്ത് ഡേറ്റ് അങ്ങോട്ട് മാറ്റും. ഞങ്ങൾ എന്നിട്ട് അത് 1 ജാനുവരി വല്ല ആക്കും. എന്നിട്ട് പിന്നെ ഇപ്പോൾ എല്ലാവരും വീട്ടുകളാ നോക്കാനും പോകണല്ലേ, ശരിക്കുള്ളവർ നോക്കുമ്പോൾ മനസ്സിലായി 1 ജാനുവരി ബർത്ത്ഡേ മാറ്റി വെച്ചിട്ടുണ്ടത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അത് മതി, ഞങ്ങളിങ്ങനെ അരുന്ന് കൂട്ടി വാങ്ങാനുള്ളവരൊക്കെയാണ്. ഞങ്ങളിങ്ങനെ എന്നിട്ട് കുറേ പടുപിടിയുടെ ഉപദേശം ചോദിക്കും, ശരിക്കുള്ള കാര്യങ്ങൾ പകുതി അറിവ് വെച്ച് ശരിക്കുള്ള അറിവൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഞങ്ങൾ ഖുറാൻ ആൾക്കാർ നമ്മൾ ശരിക്കുള്ളവർ നമ്മൾ ദ്രോഹിക്കണില്ലെങ്കിലും അങ്ങോട്ട് ദ്രോഹിച്ച് തോണ്ടി അരുന്ന് കൂട്ടി വാങ്ങി ഞങ്ങൾ അരുന്ന് കൂട്ടി വാങ്ങും. മുസ്ലിംസിൻ്റെ അതൊക്കെ ഖുറാനും സെൽഫിഷസിൻ്റെ കേസ് അതൊക്കെ വായിച്ചിട്ട് തമ്മിൽ അരുന്ന് കൂട്ടി വാങ്ങണ പോലെ കുടിച്ച് ഡ്രഗ് അടിച്ച് ഇങ്ങനെ മക്കളെയും കുടിച്ച് ഡ്രഗ് അടിപ്പിച്ചിട്ട് ഇങ്ങനെ ഹിജറകളെ പോലെ ഡ്രഗ് അടിച്ച് കുറ്റം പറഞ്ഞ് വൃത്തിയോട് പറഞ്ഞിരുന്ന് കുറേ കൊല്ലിച്ച് നടക്കും. ഇതാണ് ആൾക്കാരുടെ ഇതുണ്ടെന്ന് പറയുന്നത്. ഇതാണ് ആൾക്കാരുടെ ഇതിൻ്റെ ഡെഫിനിഷൻ. ശരിക്കും അതിൽ നല്ല കാര്യങ്ങൾ ശരിക്കും സ്ട്രെങ്ത് ആയിട്ട് നടക്കണവരെ നമ്മൾ പറയും അവർക്ക് ആൾക്കാർക്ക് ഇതില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്തെങ്കിലും നമ്മളോട് ചോദിക്കാൻ വന്നാൽ നമ്മൾ പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഡ്രഗ് അടിച്ച് കുടിച്ചിട്ട് ബോധമില്ലാണ്ട് എന്നിട്ട് ശവപ്പെട്ടി കിടക്കുമ്പോൾ കുറേ ഡ്രാമ ആയിട്ട് പറയും, കൈ കവളത്തും വെച്ചിട്ട് ഭയങ്കര ആൾക്കാരായിട്ട് ഇതുള്ള ഈ കിടക്കണ ശവം എന്തോ ആൾക്കാർ കള്ളും കുടിച്ചിട്ട് ഡ്രഗ് അടിച്ച് നടന്നു, ഡൈവോഴ്സ് ചെയ്ത് നടന്നു, പരസ്പരം കൊല്ലിച്ച് മകലെ ഡൈവോഴ്സ് പിൽസ് അബോർഷൻ ചെയ്ത് നടന്ന് കുറേ ശ്വാസം പൊട്ടി ചത്തു, ഭയങ്കര ആൾക്കാർ ഇതുള്ളതായിരുന്നു. എന്നിട്ട് എല്ലാവരും വിപരീതം ചെയ്ത് നമുക്ക് പകുതി അറിവുള്ളൂ. എന്നിട്ട് ശിഖണ്ഡികളൊക്കെ ആരാധിച്ച് ഇതൊക്കെയാണ് ശരി ഞങ്ങൾ ആൾക്കാരായിട്ട് ഇതുള്ള ഡെഫിനിഷൻ. പണ്ടത്തെ മുമ്പത്തുള്ള കാര്യമൊന്നും അറിയില്ല ഞങ്ങൾക്ക്. ഇതാണ് ഞങ്ങളുടെ ആൾക്കാരായിട്ട് ഇതെന്ന് പറയുന്നത്. ഞങ്ങൾ ഒരു പുതിയ വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് പണ്ട് തൊട്ട്, ആൾക്കാരായിട്ട് ഇത്. എന്നിട്ട് ഞങ്ങൾ കുടിച്ചിട്ട് കുറ്റം ശോഷിച്ച വാക്ക് പറഞ്ഞ് ശോഷിച്ച് കഴിച്ച് അവന് ആൾക്കാർക്ക് ഇതില്ല, ശോഷിച്ചൊക്കെ ഇങ്ങാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ആൾക്കാർ ഇതില്ല. അത് ഞങ്ങളുടെ ആൾക്കാർക്ക് ഇതുണ്ട് ഡെഫിനിഷൻ. അതാണ് വെഡ്ഡികളായിട്ട് ഇതുള്ളത്. ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ ആൾക്കാർക്ക് ഇതില്ല പറയാൻ പറ്റില്ല. പക്ഷെ ധൈര്യമായിട്ട് നടക്കാൻ പഠിക്കും. അപ്പോൾ അത്രയും പറഞ്ഞില്ല. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുള്ളൂ അല്ലേ, ഞാൻ 20-30 മിനിറ്റായിരുന്നു. അപ്പോൾ മനസ്സിലായി. ഞാൻ ശരിക്കും പറഞ്ഞ പോലെ പറഞ്ഞതല്ല, റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ ശരിക്കും മനസ്സിലായില്ലെങ്കിലും മനസ്സിലാവും. ചിലർക്ക് ഡ്രഗ് അടിച്ചവർക്കും MDMA കഴിച്ചവർക്കും അവർ പറയണതൊന്നും ശരിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ആൾക്കാരായിട്ട് ഇതുള്ളത്. എന്നിട്ട് ഞാനും കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കാം, വിപരീതം ചെയ്ത് പിൽസും അബോർഷനൊക്കെ ചെയ്തിട്ട് പിൽസിൻ്റെ കൂടെ ശ്വാസം മുട്ടി ചത്തിട്ട് പരസ്യം കൊല്ലിച്ച് ശിഖണ്ഡികളെ ആരാധിച്ചു. അതാണ് ആൾക്കാരായിട്ട് ഇതുള്ളത്.
മനസ്സിലാക്കാൻ പഠിക്കും. ഈ ക്ലീഷും ബ്ലീഷൊക്കെ കുടിച്ചിട്ടൊക്കെ കുറച്ച് ഗുഡ്ക കഴിച്ച് ഹിന്ദി ഗുഡ്കകൾ MDMA മലയാളികൾ കൂടുതലാണ്. പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ടത്തെ 91 തൊട്ട് 2000 വരെ 2005 വരെ ഹിന്ദിക്കാരൊന്നും ഇവിടെ ഇല്ല. നല്ല മ്യൂസിക്കും അങ്ങനത്തെ കുറേ മ്യൂസിക്കുകൾ. മാലി അത് ഫേസിനെ കണ്ടിട്ടുള്ള വെസ്റ്റേൺ മ്യൂസിക്കൊക്കെ എന്തുകൊണ്ട് വരണം? മാലിയം മാറോടലിഞ്ഞു മൈ കണ്ണിൻ മാമ്പൂ വിരിഞ്ഞു അങ്ങനൊക്കെ പറയുന്നത്. മഴമേഘച്ചേരിൻ പൂരം കണക്ഷൻ വനതാരി കുതിക്കുന്നു നക്ഷത്ര കണ്ണിൽ നാടത്തിൻ നല്ലോമൽ ചുണ്ടിൽ നാടൻ പാട്ടിനീണം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ടൈപ്പിലുള്ള മ്യൂസിക് അങ്ങനെയൊക്കെ അത് ഫേസിനെ കാണണം. നിങ്ങളുടെ ഒരു സോഷ്യൽ ശിഖണ്ഡികൾ ആരാധിക്കണം സെക്ഷുവലായിട്ട് ചിന്തിക്കണ്ടോ? മനസ്സിലാവുള്ളൂ. അത് ആ രീതിയിലല്ല ഞാൻ ഫേസിനെ കാണുന്നത്. ആ 91 തൊട്ട് 2005 വരെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഹിന്ദി കുട്ടികൾ ഇപ്പോൾ വന്നിട്ട് ഹിന്ദിക്കാരൊന്നുമില്ല. ഹിന്ദി കുട്ടികൾ മലയാളം MDമാർ ഇപ്പോൾ ചെറിയ പള്ളിക്കൊന്നും പഴയ അതൊന്നും 91 തൊട്ട് 2005 വരെ അറിയില്ല പുതിയതിനെ കുറിച്ച്. അപ്പോൾ അവർ ഇപ്പോഴത്തെ മലയാള പാട്ടുകളൊക്കെ വെറുതെ പണ്ടത്തെ 20 സെഞ്ചുറി മുമ്പത്തെ രാജ്യത്തെ ആൾക്കാർ പോലും ഇത് വെറുക്കും. ഇപ്പോഴത്തെ പാട്ടുകൾ എങ്ങനെയൊക്കെ ചില ഡ്രഗ് അഡിക്റ്റ് MDMA കഴിച്ച് നടക്കണവരെ കൊണ്ട് പാടിപ്പിക്കണത്. ഒരു വൃത്തികെട്ട മോതുള്ള നടിയും ഒരു വൃത്തികെട്ട ഒരു പണ്ടാരം നാടാനും. എന്നിട്ട് കഥ തന്നെ കുറേ MDMA കഴിച്ച് നടിക്കണം തിയേറ്ററിൽ ഇരിക്കണവരുടെ കൂടെ കുറേ പേര് കാണാൻ പോകേണ്ടത്. ചിലർ വിചാരിക്കുക എല്ലാവരും ഡീസൻ്റാണ്, മൊത്തം MDMA കഴിച്ചിരിക്കണമെന്ന് അവർക്കറിയോ? എന്നിട്ട് പാട്ടാണ് ഒരു MDMA കഴിച്ച പാടുന്ന സെക്കൻഡ് ശബ്ദം എങ്ങനെയാണ്? ആ മ്യൂസിക് തന്നെ പിന്നെയും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ വേറെ ഇങ്ങനെയൊക്കെ മ്യൂസിക് ഇറക്കിയ ആരത് കാണാൻ പോണേ? ഇപ്പോഴത്തെ വെഡ്ഡി പിള്ളേരല്ലാണ്ട്. ഞാൻ അവരെ ടക്കടിച്ച് കുടിച്ച് നടക്കണ്ടോ നോക്കണില്ല. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കാന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളാൾക്കാരുടെ ഇതിലാണ് നിങ്ങളാണ് ആൾക്കാരുടെ ഇതില്ലാത്തത്. എന്തെങ്കിലും നിങ്ങൾ പറയാനും കൂടി ചോദിക്കാൻ വരുമ്പോൾ നിങ്ങൾക്കത് പറയാനില്ല. ഞങ്ങൾക്കത് പറയാനില്ല. ഞങ്ങളെ ആൾക്കാരുടെ ഇതില്ലാത്ത അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കണവരാണ്. MDMA കഴിച്ച് നടക്കണവർ ഈ വഴിക്കൂടെ പോണവരും എല്ലാവരും പറയുന്നത് പോലെ ശരിയുണ്ടാവോ? അപ്പോൾ ഹിന്ദി കുട്ടികൾ ഡ്രഗ് അടിച്ച് കണ്ടിന്യൂ ചെയ്തെന്തുകൊണ്ട്? ഈ വക പാട്ടുകൾ കേട്ടിട്ടാണ്. ശരിക്കുള്ള മ്യൂസിക്കും വെസ്റ്റേൺ മ്യൂസിക്കും മലയാളം അതൊക്കെ ഒന്നും അവർക്ക് ശരിക്കുള്ള പേടിയില്ല. അവർ ചെറിയ ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന പാട്ടുകൾ കുറേ ഇറങ്ങിയിട്ടുണ്ട്. 100 ഇറങ്ങിയിട്ടുണ്ടോ ഇങ്ങനത്തെ കുറേ ടൈപ്പിലുള്ള ഈ സെയിം മ്യൂസിക് വെച്ച പാട്ടുകൾ. അപ്പോൾ അത് ഹിന്ദി കുട്ടികൾ കാണാമോ? അപ്പോൾ ഹിന്ദി കുട്ടികൾ വെച്ചാൽ മലയാളി MDMA ഇതൊക്കെയാണ് മലയാളം. എന്നാൽ നമുക്ക് ഡ്രഗ് അടിച്ച് ഒന്നുകൂടി തുടങ്ങാം. അപ്പോൾ അവരുടെ ഉള്ള ഒരു ഇതും പോയി. അപ്പോൾ കുറേ ഇപ്പോൾ വ്യത്യാസങ്ങളുണ്ടെന്ന് പറയാം. അന്നത്തെ പോലെയല്ല. അങ്ങനെയും മനസ്സിലാക്കി. ഞാനാണെങ്കിൽ ഒരു 40-25 വർഷം ഭോജ്പുരി ലാംഗ്വേജല്ലേ സംസാരിക്കുക. എനിക്ക് ആ ലാംഗ്വേജോട് അടുപ്പാണെങ്കിൽ, അല്ലെങ്കിൽ ആസാമീസിയും സിൻഹാലിയും എന്നിട്ടാണ് കാശ്മീരിയും പഞ്ചാബിയൊക്കെ ഒരു കണക്ഷനുള്ള കാര്യങ്ങളല്ലേ പറയേണ്ടത്. ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങളത് വിപരീതമാണെന്ന് പറയും.